സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. രാവിലെ തന്നെ എന്തോ ഒരു സൗണ്ട് കേട്ട് സോ അപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി നിന്നിട്ടുണ്ട്. സാധനം ഗൈസ് അതെന്താ റോക്കറ്റ് പോലെ നേരെ പോകുന്നത് ഗൈസ്. അതായത് ചിലപ്പോൾ നമ്മുടെ ആർമിക്കാർ ഇവിടെ പുതിയതായിട്ടൊരു ലോഞ്ച് തുടങ്ങിയിട്ടുണ്ട്. സോ അവരെ വല്ല സെറ്റപ്പും കാര്യങ്ങളും ആയിരിക്കും. സോ എന്തായാലും ഞാൻ ഇന്ന് വേറൊരു പ്ലാനിനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ എയർപോർട്ടിൽ പോയിട്ട് ഞാൻ പ്ലെയിൻ എടുത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാനൊന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ എങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ് ഒന്നും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു പ്ലെയിൻ യാത്രയിൽ പോകാൻ പോകുന്നത്. സോ എന്തോ ബോംബ് പൊട്ടിയ പോലത്തെ ഒരു സൗണ്ട്. അതെന്താ? അയ്യോ, ഞാൻ പറഞ്ഞ വല്ലത് എങ്ങനെയാണോ? പക്ഷെ എന്തേലും ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഇവിടുന്ന് പ്ലെയിൻ എടുത്ത് ഇറങ്ങുകയാണ്. സോ എന്താണെന്ന് നമുക്ക് നോക്കണം. ഞാൻ പറഞ്ഞ പുതിയ ലോഞ്ചും കാര്യങ്ങളും താണ്ട് ഇവിടെ കത്തിയിട്ടുണ്ട്. അയ്യോ, അതെന്തായാലും ആകെ പണിയായിട്ടാ ഗൈസ്. ഇവർ തുടങ്ങിയിട്ടാകെ 2 ദിവസമായിട്ടേ ഉള്ളൂ. ഇവിടെ ഫുള്ള് ബോംബിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ അണ്ടർഗ്രൗണ്ടിലാണ് ഇവരെ വീടുള്ളത്. സോ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ അളിയാ, എടാ എൻ്റെ പ്ലെയിന് ഗൈസ്, എൻ്റെ പ്ലെയിനും കത്തി. പോട്ടെ ഗൈസ്, ഒന്ന് പോയാൽ നമുക്കൊന്ന് കിട്ടുന്നതാണ്. സോ എന്തായാലും അത് പോയി. സോ എന്തായാലും നമുക്കിനി ആർമി ടീമിനൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ അവർക്കിനി വേറെ ഒരു സ്ഥലത്തും താമസിക്കാനുള്ള സെറ്റപ്പില്ല. സോ ഞാൻ അവർക്ക് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണമല്ലോ ഗൈസ്. അപ്പോൾ ഇവർ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലോഞ്ച് തുടങ്ങിയത്. അതായത് നമ്മുടെ സേഫ്റ്റിക്കും അതേപോലെ തന്നെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങോട്ട് വന്നത്. സോ ഇവരുടെ ഒരു ബ്രാഞ്ച് ഫെയിൽ ആവുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ കയറി ഹെൽപ്പ് ചെയ്യണം. സോ ഞാനത് ഇന്ന് എന്തായാലും ചെയ്തു കൊടുക്കും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ അവരുടെ നാട്ടിൽ പോയിട്ട്, അതായത് ഇവരുടെ മെയിൻ ഓഫീസിൽ പോയിട്ട് എല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. സോ എന്തായാലും ഇവർക്ക് വേണ്ടി എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് ഒരു ലൈക്ക് ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ പോവായിരിക്കുകയാണ്. സോ നമുക്കിനി കപ്പലിൽ വേണം പോകാൻ. കപ്പലിൽ ഞാൻ കാരണം ജസ്റ്റ് മിസ്സിന് അത് പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കതിൽ നീന്തിയെങ്കിലും കയറാം ഗൈസ്. ഈ ഒരു കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിൽ നിന്നൊക്കെ ഹൗസ് ബോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. സെറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം കേട്ടോ. ആ കപ്പലിൻ്റെ അകത്തേക്ക് വള്ളത്തിൻ്റെ ഓളവും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള കുലുക്കും മൂമെൻ്റൊക്കെ അതൊരു വേറെ വൈബാണ് ഗൈസ്. സോ എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ 3-4 പേര് എന്നെ ഫോളോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഗൺ എടുക്കട്ടെ ഗൈസ്. ചിലപ്പോൾ വല്ല സീനും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവുമാർ. സോ ഞാൻ എന്തായാലും ഗൺ എടുക്കട്ടെ. ഓക്കെ, പിസ്റ്റൺ എടുക്കാം. ഇവിടെ ഒരു ലേഡർ ഉണ്ട്. സോ അവന്മാരുടെ തീർത്തിട്ട് നമുക്ക് നേരെ ഈ ലേഡർ വഴി കയറാം. ഇപ്പോൾ കയറിയ സീനാണ്. സോ ഞാൻ എവിടെയൊക്കെ പോകുന്നതെന്ന് അവർക്ക് കാണാം. ഓക്കെ, അവർ വരുന്നുണ്ട്. ദേ വന്നു 3 പേരാ താണ്ടാ. 2 തീർന്നു. ഞാൻ പറഞ്ഞില്ലേ 3 പേരുണ്ട്. സോ ഒരുത്തനപ്പുറത്ത് ഒളിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഇനി വേഗം രക്ഷപ്പെടട്ടെ ഗൈസ്. ഓക്കെ, മിസ്റ്റേക്ക് ആണെങ്കിൽ ആർക്കും പറ്റും. സോ കുഴപ്പമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വീണ് പോയി. സോ ഇനി നമ്മൾ മൈക്കിളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിത് മൈക്കിളിൻ്റെ അടുത്തേക്ക് ഏത് വണ്ടി പോകും ഗൈസ്? ഇവിടെ കുറേ വണ്ടിയുണ്ട്, ഇതൊന്നും എൻ്റേതല്ല. സോ ഏതിലൊക്കെ ഒന്ന് നമുക്ക് ഇവിടുന്ന് കുത്തി പൊളിച്ചെടുത്ത് പോകാം. സോ മൈക്കിളിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. മൈക്കിളിനെയും പിന്നെ നമ്മളുടെ ട്രെവറിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ മൈക്കിളിനെയും ട്രെവറിനെയും കൂട്ടിയിട്ടുണ്ട്. സോ ഇനി എന്താണെന്ന് വെച്ചാൽ ഇവരെ കൂട്ടാൻ മെയിനായിട്ടുള്ള കാരണം ഗൈസ്, അപ്പോൾ ഞാൻ ആർമിക്കാരുടെ അടുത്തേക്കാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സോ എന്തായാലും നമ്മൾ ആർമി ഓഫീസിൽ കയറും. സോ അവർക്ക് വേണ്ടി ഒരു പ്രൂഫിന് വേണ്ടി ഞാനൊരു ID കാർഡും എടുത്തില്ല, അതേപോലെ തന്നെ യൂണിഫോം പോലും ഞാൻ എടുത്തിട്ടില്ല. സോ എന്തായാലും അതൊക്കെ വേസ്റ്റാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കിളിനെയും ട്രെവറിനെയും കൂട്ടിയിട്ടുള്ളത്. സോ ഇവർ ഇതിന് മാത്രമല്ല വേറെയും കുറച്ച് ആവശ്യങ്ങളുണ്ട്. സോ ഇവരെ നഷ്ടപ്പെട്ട ട്രക്കും ലോറിയും അതേപോലെ തന്നെ നമ്മുടെ എനിക്കതിൻ്റെ പേരറിയില്ല. സോ ആ ഒരു സാധനവുമായിട്ടാണ് ഇപ്പം ഞാൻ ഇനി നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ കുറച്ച് പെയിൻറ്റും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. സോ ഇനി ഇവിടെ കുറച്ച് ഗണ്ണിൻ്റെയും അങ്ങനെ കുറച്ച് ബോംബ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാനുണ്ട്. സോ ഗൈസ്, അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാണ്. ഞാൻ കൊടുക്കുന്ന ട്രക്ക് ഇതായിരിക്കുന്നത്. സോ ഇവിടെ മറ്റേ ടാങ്ക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ട്രക്ക് ഇതാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഓഫ് റോഡ് വഴിയാണ്. സോ ഇവിടെ ഒരു ആർമിയുടെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ആർമി ഓഫീസറും ഉണ്ട്. സോ പുള്ളിക്കാരൻ ഇവിടെ നല്ല കാര്യമായിട്ടുള്ള പുഷപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ റൂമിൽ എന്തോ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. സോ ബോക്സിനകത്ത് എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
ഒന്നുമില്ല ഒന്നുമില്ല ഗൈസ്. സോ ബോക്സിനകത്തൊന്നുമില്ല, എം ടി ആണ്. സോ അകത്താണ് ഇനി ഗണ്ണിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത്. സോ ഗൈസ് ഈ പുഷപ്പ് എടുക്കുന്ന പുള്ളിക്കാരൻ്റെ ടെൻ്റാണ് നിങ്ങൾ മുകളിൽ കണ്ടത്. സോ ഇത്രയും വലിയൊരു ഒരു ഏരിയ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടും എന്തിനാണ് ആ ടെൻ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഇവിടെ കുറച്ച് ടെൻറ്റും ടെൻ്റല്ല, ഇവിടെ കുറച്ച് ഗൺസും അതേപോലെ തന്നെ കുറച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സസും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേ ഒരു GPS ട്രാക്കർ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാരഷൂട്ട് അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പുറത്തൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സും ഉണ്ട്. സോ ഇതിൻ്റെ അപ്പുറത്തൊരു റൂമിൽ ഇവിടെ നമ്മളെ ട്രക്കിൻ്റെയും അതേപോലെ തന്നെ ടൂൾ ബോക്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ടയറും പഞ്ചറായ ഫിറ്റിയുള്ള ടയറൊക്കെയാണ്. സോ വേറെ എന്താ നമുക്ക് മുകളിൽ പോയി നോക്കണം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം വരുന്നത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മുകളിലും അതേപോലെ തന്നെ താഴത്തും. ഈ ഒരു ആർമിക്കാരുടെ ചെറിയൊരു ലോഞ്ചിൽ നിന്ന് നമ്മൾ വലിയൊരു ലോഞ്ചിലേക്ക് തന്നെയാണ് ഇവരെ മാറ്റിയെടുത്തിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. ഇവിടെ മുകളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, ഞാനതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുവരേക്കും ബൈ.